APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയിലെ വിദ്യാർത്ഥിക്ക് PhD പ്രവേശനാവസരം നിഷേധിച്ച സംഭവത്തിൽ സർക്കാരിന് മറുപടി നൽകി സാങ്കേതിക സർവകലാശാല. മുൻ സിൻഡിക്കേറ്റ് അംഗമായിരുന്ന ആഷിഖ് ഇബ്രാഹിം കുട്ടിയുടെ PhD പ്രവേശനം തടഞ്ഞതുമായി ബന്ധപ്പെട്ട പരാതിയിലെ സർക്കാർ അന്വേഷണത്തിലാണ് സർവകലാശാല മറുപടി നൽകിയത്. അന്വേഷണം നടത്താനുള്ള സംവിധാനങ്ങൾ സർവകലാശാലയിൽ ഇല്ലെന്നും തുടരന്വേഷണം സർക്കാർ തലത്തിൽ നടത്തണമെന്നും മറുപടിയിൽ സർവകലാശാല ആവശ്യപ്പെട്ടു. PhD പ്രവേശനാവസരം തടഞ്ഞതിൽ സർവകലാശാല ഉദ്യോഗസ്ഥരുടെ പങ്ക് ചൂണ്ടിക്കാട്ടിയാണ് ആഷിഖ് ഇബ്രാഹിം കുട്ടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് പരാതി നൽകിയത്. തുടർന്ന് അന്വേഷണത്തിന് സർക്കാർ അഡീഷണൽ സെക്രട്ടറിയെ നിയോഗിച്ചു. എന്നാൽ സർവകലാശാലയിൽ തെളിവെടുപ്പ് നടത്താൻ സർക്കാരിന് അധികാരമില്ലെന്ന വാദമാണ് താൽക്കാലിക VC ഡോക്ടർ K ശിവപ്രസാദ് ഉന്നയിച്ചത്. തുടർന്ന് രജിസ്ട്രാർ നൽകിയ റിപ്പോർട്ട് VC ഗവർണർക്ക് അയക്കുകയും ചെയ്തു. ഇതിനൊപ്പം ആഷിഖിന് PhDക്ക് അപേക്ഷിക്കാൻ വഴിവിട്ട നീക്കം നടന്നുവെന്ന വ്യാജ പരാതിയും സർവകലാശാലയിൽ ലഭിച്ചിരുന്നു. ഇതിൽ സർവകലാശാല ആഭ്യന്തര അന്വേഷണം നടത്തി. എന്നാൽ പരാതി നൽകിയെന്ന സർവകലാശാല അധികൃതർ അവകാശപ്പെടുന്ന TKM എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി രാമവത്സൻ അത്തരമൊരു പരാതി നൽകിയിട്ടില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതോടെയാണ് സർവകലാശാല ജീവനക്കാർക്ക് സംഭവത്തിൽ പങ്കുണ്ടോ എന്ന സംശയം വന്നത്. സംഭവത്തിൽ രാമവത്സനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് പരാതി നൽകി. തുടർന്നാണ് പരാതികളിൽ സർവകലാശാല ആക്ട് പ്രകാരം ഉന്നത വിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറി അന്വേഷണം നടത്തിയത്. പിന്നാലെ സംഭവത്തിൽ മറുപടി നൽകില്ല എന്ന പിടിവാശി വെടിഞ്ഞ സർവകലാശാല സർക്കാരിന് മറുപടി നൽകുകയായിരുന്നു. അന്വേഷണം നടത്താനുള്ള സംവിധാനങ്ങൾ സർവകലാശാലയിൽ ഇല്ല എന്നും തുടരന്വേഷണം സർക്കാർ തലത്തിൽ നടത്തണമെന്നും മറുപടിയിൽ സർവകലാശാല ആവശ്യപ്പെട്ടു. ഇതോടെ സർക്കാർ അന്വേഷണം നിയമവിരുദ്ധമാണെന്ന വ്യാജ പ്രചരണം നടത്തിയ മറ്റു മാധ്യമങ്ങളുടെയും കോൺഗ്രസ് സംഘപരിവാർ സംഘടനകളുടെയും വാദവും പൊളിയുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.